ഹൈദരാബാദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 11 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രം പറയുന്ന ഒരു അതുല്യ സ്മാരകമാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. 12ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശമാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് ബഹ്മനി സുൽത്താൻമാരുടെയും കുത്തബ് ഷാഹി വംശത്തിൻ്റെയും കൈവശമായിരുന്നു. കുത്തബ് ഷാഹിമാർ ഈ കോട്ടയെ ശക്തമായ ഒരു പ്രതിരോധ കേന്ദ്രമാക്കി മാറ്റി. അവർ കോട്ടയുടെ ചുറ്റും 11 കിലോമീറ്റർ നീളമുള്ള കല്ലുമതിലുകൾ നിർമ്മിച്ചു. അതിനകത്ത് രാജമഹലുകൾ, ജുമാ മസ്ജിദ്, രഹസ്യപാതകൾ, വെള്ളസംഭരണികൾ എന്നിവയും ഉണ്ടാക്കി. കോട്ടയുടെ ഏറ്റവും അത്ഭുതകരമായ ഘടകമാണ് അതിൻ്റെ ശബ്ദ പ്രതിഫലന സംവിധാനം. പഴയ കാലത്ത് ഇതൊരു സുരക്ഷാ സംവിധാനമായാണ് ഉപയോഗിച്ചിരുന്നത്. കോട്ടയ്ക്കുള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ 20 രൂപയുടെ ടിക്കറ്റ്സ് എടുക്കണം. ഓഫ്ലൈനായും ഓൺലൈനായും നമുക്ക് ഈ ടിക്കറ്റ്സ് എടുക്കാം. കോട്ടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള പല ഘടകങ്ങൾ കാണാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. കോഹിനൂർ ഡയമണ്ട്, ഹോപ്പ് ഡയമണ്ട് പോലുള്ളവ സൂക്ഷിച്ചിരുന്നത് ഈ കോട്ടയ്ക്കുള്ളിലാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ചുമരുകൾക്കും കാതുണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും നമ്മുടെ സംഭാഷണ ശകലങ്ങൾ നല്ല വ്യക്തമായി കേൾക്കാം. നിങ്ങൾക്കും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കോട്ടയുടെ സെൻറ്റർ ഭാഗത്തേക്കാണ്. അവിടെയാണ് പണ്ട് ലെഷർ ടൈംസ് എല്ലാം സ്പെൻഡ് ചെയ്തിരുന്നത്. അത്യാവശ്യം നൃത്തങ്ങളെല്ലാം നടത്തിയിരുന്നത് ഈ ഒരു സെൻറ്റർ ഭാഗത്താണ്. ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ കോട്ടയുടെ മുകളിലേക്ക് കയറിപ്പോയാൽ നമുക്ക് ഹൈദരാബാദ് എന്ന സിറ്റിയുടെ ഫുൾ രൂപം കാണാൻ പറ്റും. ഹൈദരാബാദിൻ്റെ ഒരു നല്ല വ്യൂ നമുക്കിവിടുന്ന് കിട്ടും. എല്ലാവരും ഒന്ന് പോകേണ്ട സ്ഥലം തന്നെയാണ് ഗോൽക്കൊണ്ട ഫോർട്ട്.